ഈ ലോൺ ആപ്പുകളിൽ തന്നെ വ്യാജമായിട്ടുള്ള ആപ്പുകളുണ്ടോ? കാരണം നമുക്ക് ഇത്ര രൂപ വരെ അതിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിബന്ധനയൊക്കെ തന്നെയും കൃത്യമായി വച്ചുകൊണ്ടാണോ അവർ ആളുകളെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്? അതെ, ഈ ലോൺ ആപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് തരത്തിലുള്ളതാണ് ഉള്ളത്. ഒന്ന്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഉപയോഗത്തിൽ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് എസ് ബി ഐക്ക് അവരുടെ യോനോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ യോനോ ആപ്പ് ഞാനൊരു ബാങ്കിനെയും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ എസ് ബി ഐയുടെ യോനോ എന്ന് പറഞ്ഞത് അവരുടെ ഒരു ലെജിറ്റിമേറ്റ് ആപ്പാണ്. ആ യോനോയിൽ തന്നെ കുറേ ആളുകൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ലോണിനൊക്കെ അപേക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി അപ്രൂവ്ഡ് നമ്മുടെ KYC ഒക്കെ അവിടെ ഉണ്ട്. HDFC, ICICI ഇവർക്കൊക്കെ തന്നെ ഈ ഡിജിറ്റൽ ആപ്പ് വഴിയുള്ള ഓൺലൈൻ വഴി തന്നെ ബാങ്കിൽ പോകാതെ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ബാങ്കിങ് സംവിധാനമാണ്, രജിസ്റ്റേർഡാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുണ്ട്. ഇവിടെ ഇപ്പം നാട്ടിലൊക്കെ പലതരത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് കമ്പനിയുണ്ട് ലെൻഡ് ചെയ്ത് നിൽക്കുന്ന. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസേഴ്സിനോ അല്ലെങ്കിൽ പോപ്പുലർ ഫിനാൻസേഴ്സിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് തട്ടിപ്പ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ അവരൊക്കെ ഒരു ഓഫീസ് ഉണ്ടാവും, നമുക്ക് അവരെ കണ്ടുപിടിക്കാനോ ഒരു പരാതി കൊടുക്കാനോ ഉള്ള ഒരു അഡ്രസ്സെങ്കിലും ഉണ്ടാവും. ഈ മറ്റുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോൺ ആപ്പുകളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വരുന്നത് പലതിനും ഒരു രജിസ്റ്റേർഡ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടാവത്തില്ല. ഇതിൽ പലതും മുമ്പുണ്ടായിരുന്നത് പലതും ചൈനീസ് ആപ്പുകളായിരുന്നു. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ മാത്രം വെച്ച് ലോൺ കൊടുക്കാൻ പറ്റില്ല. ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയേറ്ററാണ്. ആപ്പിന് പുറകിൽ ഒരു NBFC രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ കമ്പനി വേണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് വേണം. അപ്പോൾ അതില്ലാതെയാണ് ഇവർ ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് RBI 2022 എങ്ങനെ ഡിജിറ്റൽ ലോണുകൾ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. RBIയുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ NBFCയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ 5,000 വരെ കൊടുക്കുകയുള്ളൂ, 10,000 വരെ കൊടുക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള പറയുന്ന ആപ്പുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ ആദ്യമേ പറയുന്നതാണ്, ഇത് ജെന്യുവൻ രജിസ്റ്റേർഡ് ആപ്പാണോ, ഇന്ത്യയിൽ അവർക്കൊരു ഓഫീസുണ്ടോ, ഒരു ഗ്രീവൻസ് ഓഫീസറുണ്ടോ, കുറേ കണ്ടീഷനുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഓഫീസ് ഉണ്ടെങ്കിൽ ഇവർക്കൊരു ഗ്രീവൻസ് ഓഫീസറെ വെക്കണം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് കൃത്യമായിട്ട് ലോൺ എടുക്കുന്നയാൾക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്, ഈ ഹിഡൻ ചാർജസ് ഒരിക്കലും പാടില്ല. അപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് പലിശ അടച്ചില്ലെങ്കിൽ എത്രയാണ് പെനാൽറ്റി, അതുപോലെ പ്രോസസ്സിങ് ചാർജ് എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഫാക്ട്സ് വെളിപ്പെടുത്തി വേണം ലോൺ കൊടുക്കാൻ. മാത്രമല്ല ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് കസ്റ്റമറുടെ അക്കൗണ്ടിലേ ചെല്ലാവുള്ളൂ. ഇടയ്ക്കൊരു തേർഡ് പാർട്ടി അക്കൗണ്ടിലും പോകാനും പാടില്ല, വാലറ്റുകളിലൊന്നും ഇടാനും പാടില്ല. ഇങ്ങനെ കൃത്യത നിയമമുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയതാണ് പലപ്പോഴും.